ദൈവാധികാരികളായ സദോമുകാരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഫലസ്തീനിന്റെ കിഴക്ക് ജോർദാനിലും ഇസ്രായേലിലും ഉൾപ്പെടുന്ന അക്കാലത്തെ വലിയ പട്ടണമായിരുന്നു സദൂം. അല്ലാഹു തആല ഏതൊരു ജീവിയിലും നിശ്ചയിച്ചിട്ടുള്ള പ്രകൃതി ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധമാണ്. എന്നാൽ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിതനായ സമൂഹം ഷിർക്കിലും കുഫറിലും എന്ന് മാത്രമല്ല സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന സമൂഹമായിരുന്നു. മനുഷ്യകുലത്തിൽ ഈ വൃത്തികേടിന് തുടക്കം കുറിച്ചത് സദൂമുകാരാണ്. ബഹുമാനപ്പെട്ട ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് നൽകിയ ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. ബഹുമാനപ്പെട്ട ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അവരെ ആവുന്നത്ര അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. അള്ളാഹുവിന്റെ ശിക്ഷയെ വെല്ലുവിളിച്ച ആ സമൂഹത്തെ മുഴുവനും നശിപ്പിക്കപ്പെടുകയായിരുന്നു. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയും ആ സത്യനിഷേധികളുടെ കൂട്ടത്തിലായിരുന്നു. വിശ്വാസികളെയും കൂട്ടി നാട്ടിൽ നിന്ന് പലായനം ചെയ്യാൻ അല്ലാഹു തആല ബഹുമാനപ്പെട്ട ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുകയുണ്ടായി. അവിശ്വാസികളായ സദൂമുകാരിൽ ശിക്ഷയിറങ്ങുന്ന സമയം തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നുള്ള കൽപ്പനയും കൊടുത്തു. എന്നാൽ അവിശ്വാസിനിയായ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കുകയും ഉപ്പുകൽ പ്രതിമയാക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു.